ലോകത്തിന്റെ ഇരുണ്ടകത്തളങ്ങളിൽ വചനത്തിന്റെ വെള്ളി വെളിച്ചം കൊണ്ട് വചന വിസ്ഫോടനം സൃഷ്ടിക്കുന്നവൻ, ജീവവായു പോലെ യേശുനാഥന്റെ നിത്യജീവൻ ഏറ്റുവാങ്ങി ലോകത്തിന് പകർന്നു നൽകുന്നവൻ, സീറ്റലി. തന്റെ കർമ്മപന്ഥാവിൽ യേശുവിന് വേണ്ടി നിലവിളിക്കുന്നവരുടെ നാവിലിറ്റിക്കാൻ വചനാമൃതം ഒരുക്കുന്നവൻ. യാത്രനെ കുറിച്ച് മറ്റുള്ളവർക്കെല്ലാം അറിയുന്നത് വെൽ സെറ്റിലായിട്ടുള്ള ഒരു നല്ലൊരു മിനിസ്ട്രേറ്റാണ്. ഇതിന് തുടക്കകാലത്ത് അനുഭവപ്പെട്ടിട്ടുള്ള അനേകം പ്രശ്നങ്ങളും സഹനങ്ങളും അതിനെല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എൻ്റെ കൂടെ നിന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ വൈഫ് തന്നെയാണ്. അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫുൾ ടൈമറായിട്ട് ആദ്യം കടന്നു വന്നപ്പോൾ, ഫുൾ ടൈമർ ആവുന്നതിനൊക്കെ മുന്നേ ഞാൻ പലർക്കും പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതായത് GC യൂത്തിലായിരുന്ന സമയത്ത് 30 വയസ്സിന് മേലെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് സഹായിക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നു. കർത്താവിൻ്റെ കാലടിപ്പാടുകളിൽ വിശ്വാസ തീഷ്ണതയുടെ നെടുവീർപ്പുകൾ കണ്ടറിഞ്ഞവൾ, അവൻ്റെ പച്ച ശരീരത്തിൻ്റെ വേദന കണ്ട് സ്വന്തം ജീവിതമുയർത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടവൾ, കണ്ണീരൊപ്പാൻ, വിയർപ്പൊപ്പാൻ, ഒന്ന് രക്തം തുടയ്ക്കാൻ അവളൊരു തൂവാലയുമായി ഇവനോടൊപ്പമുണ്ട്. അന്ന് നാഥന്റെ കുരിശിന്റെ വഴിത്താരയിൽ പിന്തുടർന്ന വെറോനിക്ക ഇന്ന് ഈ വചനയാത്രയിൽ സീറ്റലിയുടെ പിൻപന്ഥാവിൽ വിശ്വാസത്തിന്റെ തൂവാലയുമായി ഇവൾ വെറോനിക്ക. ഞാൻ കുറേ കാലമായി നമ്മുടെ ഫിയാത്ത് മഗസിൻ നടത്തുന്ന സ്വീറ്റ്ലിയുടെ ഭാര്യ ഒന്ന് കാണാനും സംസാരിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്കതിനൊരു അവസരവും സമയവും കിട്ടിയത്. സ്വീറ്റ്ലിയുടെ ഭാര്യ ബെറ്റ്സിയുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കുമോ? 5 മക്കളാണ് ഞങ്ങൾക്ക്. മൂത്ത കുട്ടി എലിസബത്ത് 15 വയസ്സ്, രണ്ടാമത്തെ മോൻ 13 വയസ്സ്, പിന്നെ മോൻ 11 വയസ്സ്, പിന്നെ 4 വയസ്സ് മോൻ, താഴെയുള്ളതും ആൺകുട്ടി തന്നെ 2 വയസ്സ്. 5 മക്കളാണുള്ളത്. അതെ അതെ. സ്വീറ്റ്ലി ഇപ്പോൾ എന്തൊക്കെയാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്? ഫുൾ ടൈം സുവിശേഷം വേലയ്ക്ക് തന്നെയാണ് പോവാറ്. ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല? ഇല്ല. ബെറ്റ്സിയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ സ്വീറ്റ്ലി സുവിശേഷ പ്രഘോഷകനായിരുന്നോ? അല്ലല്ല, അന്ന് ആ സമയത്ത് ജീസസ് യൂത്തിൻ്റെ ആക്റ്റീവായിട്ട് നടക്കുമായിരുന്നു. പിന്നെ ബിസിനസ്സും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. എന്ത് ബിസിനസ്സായിരുന്നു നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്? പ്രിൻറ്റിങ് ഇങ്ക്, ഫാദറായിട്ട് കൊണ്ടുവന്ന പ്രിൻറ്റിങ് ഇങ്ക് ആയിരുന്നു കൊണ്ടുവന്നത്. നല്ല സുരക്ഷിതമായ കുടുംബ ബിസിനസ് ഉണ്ടായിരിക്കെ അതൊക്കെ കളഞ്ഞിട്ട് പൂർണ്ണസമയ ശുശ്രൂഷകനാനായിട്ട് ദൈവവചന പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ സ്വീറ്റ്ലി പോയില്ലേ? അപ്പോൾ അതിനുണ്ടായ കാരണം ബെറ്റ്സിയോട് പങ്കുവച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ സമയത്ത് പ്രെയർ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിരുന്നു ജീസസ് യൂത്തിൻ്റെ. അത് കഴിഞ്ഞ് അപ്പോൾ അവർക്കൊരു സെല്ല് ഉണ്ടായിരുന്നു പ്രയറിനൊക്കെ ആയിട്ട്. ആ ഒരു ഇതിൽ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഒരു ബോധ്യമൊക്കെ കിട്ടി. അങ്ങനെ ഫുൾ ടൈം സുവിശേഷത്തിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. വിവാഹശേഷം 7 വർഷങ്ങൾക്ക് ശേഷം. അതെ. ഇനി എങ്ങനെ ജീവിക്കും? നാളെ വ്യക്തമായ ഒരു ഇൻകം ഇല്ല, അല്ലെ ഭർത്താവിന് ജോലിയില്ല, സാമ്പത്തികമായിട്ടൊരു സ്രോതസ്സും കാണുന്നില്ല. അപ്പം ബാക്കിയുള്ളവരെ, വീട്ടുകാരെ, ബന്ധുക്കളൊക്കെ എന്താണ് സ്വീറ്റ്ലി ഇപ്പം ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് ബെറ്റ്സിയെ വിഷമിപ്പിക്കുമെന്നൊരു ചിന്ത അന്നുണ്ടായില്ലേ? ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഇവിടെ ഫാദറിന് പല ബിസിനസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിസിനസ് ചെയ്യണോ ഈ ബിസിനസ് ചെയ്യണോ അങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ പാരൻസ് ആണെങ്കിൽ ഫാദർ ബാങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ആളും പ്രാർത്ഥനയും അങ്ങനെയൊരു ആ ഇതിലേക്കാണ് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനും പാരൻസിനോട് പറഞ്ഞു തുടങ്ങി, ചേട്ടനും അങ്ങനെ ഒരു ഇതിലേക്കാണ് പോണത്. മുഴുവൻ സമയം ഇരിക്കാനാണ്, ദൈവവേലയ്ക്ക് ചെയ്യാനാണ് ആൾക്ക് താല്പര്യം. അങ്ങനെ ഇപ്പോൾ അവരും അതിലേക്ക് ഒരു മനസ്സിലാക്കി തുടങ്ങി. അത് ബെറ്റ്സിയുടെ പേരൻസ് നവീകരണത്തിൽ വന്ന ശേഷമാണ് ബെറ്റ്സി ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചത്. അതെ. അപ്പോൾ ഒരു സപ്പോർട്ട് അവരുടെ നിന്ന് തീർച്ചയായിട്ടും കിട്ടി. അപ്പോൾ സുവിശേഷ വേലയ്ക്കായിട്ടൊക്കെ കേരളത്തിന് പുറത്തൊക്കെ സ്വീറ്റ്ലി പോകാറുണ്ടല്ലോ. ആ സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കാവില്ലേ? ആദ്യമൊക്കെ ചെറിയ കുട്ടി ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ പാരൻസ് വരയ്ക്കും. പിന്നെ ഇവിടെ ഏട്ടൻ്റെ അപ്പനും അമ്മയായാലും തൊട്ടടുത്ത് തന്നെയുണ്ട്.
അപ്പോൾ അവരുടെ നിന്ന് സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ അവർ എൻ്റെ ഫാദറും മദറും വന്ന് താമസിക്കും, അപ്പോൾ കൂടെ ഉണ്ടാവും. ബെറ്റ്സിയുടെയും സ്വീറ്റ്ലിയുടെയും ഒക്കെ വിവാഹമൊക്കെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അതെ അതെ, അറേഞ്ച് മാരേജ് ആയിരുന്നു. പപ്പയുടെ കൂടെ ബാങ്കിലുണ്ടായിരുന്ന സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആള് ഏട്ടൻ്റെ ഇളയമ്മയാണ്. അങ്ങനെ വീട്ടുകാരാലോചിച്ചു. അതെ അതെ. അപ്പോൾ ബിസിനസ്സുകാരനായ ഒരു വ്യക്തി, കുടിയില്ല, വലിയില്ല, നല്ല സ്വഭാവമുണ്ട്, ചീത്ത കൂട്ടുകെട്ടില്ല, അങ്ങനെ വീട്ടുകാർ കല്യാണം ആലോചിച്ചു. അതെ അത് കഴിഞ്ഞ് ബെറ്റ്സി നവീകരണത്തിലേക്ക് വന്നത് സ്വീറ്റ്ലിയുടെ പ്രചോദനം കൊണ്ടാണോ? അതെ അതെ. സ്വീറ്റ്ലിയായിട്ട് ധ്യാനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. ആ ധ്യാനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു, ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെതായ അടിച്ചുപൊളി ജീവിതത്തെക്കാളും സ്വീറ്റ്ലിയുടെ കൂട്ടത്തിലുള്ള ഈ സുശേഷത്തോട് ചേർന്നുള്ള ജീവിതമായിരുന്നു. അടിച്ചുപൊളി എനിക്ക് പണ്ട് മുതലേ അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വീറ്റ്ലിയൊക്കെ എത്ര മക്കളാ? 4 ആൺപിള്ളേർ. മൂത്ത മോൻ വൈഫ് ഫാമിലിയൊക്കെ ആയിട്ട് കാനഡയിൽ സെറ്റിൽഡാണ്. രണ്ടാമത്തെ മോൻ അച്ഛനാ. മൂന്നാമത്തെയാണ് സീറ്റിയേട്ടൻ. പിന്നെ 4ാമത്തെ തറവാട്ടിൽ അപ്പൻ്റെ അമ്മയുടെ ഒപ്പം ഇവിടെ നോക്കുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് ബെറ്റ്സിയുടെ വീട്ടിൽ എത്ര മക്കളാ? എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളാണ്. ആകെ 2 പെൺകുട്ടികളാണ്. ഈ 2 പെൺമക്കൾ മാത്രമുള്ള ഒരു വീട്ടിൽ നിന്ന് അതും ഇളയ പെങ്കൊച്ചിനെ വിവാഹം കഴിക്കാൻ സ്വീറ്റ്ലിക്ക് മടിയൊന്നും തോന്നിയില്ലേ? ഏട്ടന് അങ്ങനെ പ്രത്യേകിച്ച് അപ്പനും അമ്മയും പറഞ്ഞു, അങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഏട്ടൻ്റെ ആഗ്രഹം കൂടുതൽ ആങ്ങളമാർ അങ്ങനെയുള്ളവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബിസിനസ്സിലൊക്കെ സഹായിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ തമ്പുരാൻ്റെ പ്ലാനല്ലേന്ന് വെച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ അവർ എന്നെ ഏട്ടൻ മിഷൻ പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ സഹായിക്കാൻ അവരിങ്ങോട്ട് വന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പം. 2 പെൺമക്കൾ മാത്രമുള്ള ഒരു വീട്ടിൽ നിന്ന് അതും ഇളയ പെങ്കൊച്ചിനെ സ്വീറ്റ്ലി വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സ്വീറ്റ്ലിയുടെ പേരൻസും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തോ? ഉവ്വ് അവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല? അല്ലല്ലോ, കുഴപ്പമൊന്നും തോന്നി. ഇപ്പം പല പേരൻസും കാണിക്കുന്ന നേരെ തിരിച്ചാണ്. 2 പെൺമക്കളുള്ള ഒരു കുടുംബത്തിലെ ഇളയ പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ താമസിക്കുന്നു, അല്ലെങ്കിൽ അവരെ ദത്ത് നിർത്തണമല്ലോ എന്ന് പേടിച്ച് പല പേരൻസും മക്കളെ അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തയക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം പേരൻസൊക്കെ ബെറ്റ്സിയുടെ കൂടെയാണോ താമസിക്കുന്നത്? ഏട്ടൻ മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ അവർ വന്ന് കൂടെ താമസിക്കും. മമ്മിക്ക്, എൻ്റെ ഡാഡിക്കും മമ്മിക്ക് ഇവിടെ 4 ആൺകുട്ടികളുള്ള കാരണം ഒരു മോനെ അങ്ങോട്ട് സഹായത്തിനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ അവർക്ക് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവർ തിരിച്ചു വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അതും കർത്താവിൻ്റെ ഒരു പരിപാലന തന്നെയാണ്. പേരൻസ് അടുത്തുള്ളതുകൊണ്ട് സ്വീറ്റ്ലിക്കാണേലും മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ അധികം ടെൻഷൻ വീട്ടിലെ കാര്യങ്ങൾ വരാറുണ്ട്. വീലിയേട്ടൻ്റെ വീട് തന്നെയായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അമ്മയപ്പനും ഒക്കെ എല്ലാത്തിനും സപ്പോർട്ടാണ്. ആദ്യമൊക്കെ അവർക്ക് അത്ര അങ്ങോട്ട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ മാറ്റം വന്നു. ഭർത്താവ് സുശേഷ പ്രഘോഷകനാണ്. അപ്പോൾ വീട്ടിലൊന്നും മിക്ക സമയത്തും ഉണ്ടാകുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ ബെറ്റ്സിയെ ചോദ്യം ചെയ്തൊക്കെ വിഷമിപ്പിക്കാറുണ്ടോ? ആദ്യമൊക്കെ അങ്ങനെ ചോദ്യങ്ങൾ വരുമായിരുന്നു. നമുക്ക് ആദ്യമൊക്കെ വിഷമങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ദൈവികമായിട്ട് നല്ല കാര്യത്തിനല്ലേ പോയേക്കുന്ന അനുഗ്രഹങ്ങൾ കിട്ടും. പിന്നെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവ് വഴി നടത്തുന്ന അനുഭവം നിങ്ങൾ ദിവസവും കാണുന്നു. അതെ അതെ. ഇപ്പോൾ കേരളത്തിലൊന്നും ഫിയാത്ത് ശുശ്രൂഷയെക്കുറിച്ച് അത്ര ജനങ്ങൾക്ക് അറിയില്ല. അല്ലില്ല. കാരണം പുറത്താണല്ലോ കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അപ്പോൾ ഫിയാത്തിൻ്റെതായിട്ട് സ്വീറ്റ്ലി ഏതൊക്കെ ഭാഷകളിലാണ് ഈ ബൈബിൾ എത്തിച്ചു കൊടുത്ത് അതൊക്കെ അധികവും ഗോത്രഭാഷ ഒരേ സ്റ്റേറ്റിലുള്ള ഗോത്രങ്ങളുടെ ഇടയിലാണ് ബൈബിൾ ഇറക്കാറ്. സ്വീറ്റ്ലി വചന ശുശ്രൂഷയ്ക്കൊക്കെ പോയാൽ എത്ര ദിവസം കഴിഞ്ഞൊക്കെയാണ് സാധാരണ തിരിച്ചു വരുന്നത്? ആദ്യമൊക്കെ 3-5 ദിവസം ഒക്കെയായിരുന്നു. പിന്നെ അത് ദിവസങ്ങളുടെ എണ്ണം കൂടി ഒരാഴ്ച 10 ദിവസം. പിന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് ആകുമ്പോൾ ട്രെയിനിലാവും പോവുക. അപ്പോൾ യാത്ര തന്നെ ചിലപ്പോൾ 1-2 ദിവസം 2-3 ദിവസമൊക്കെ വരും. ഇപ്പോൾ നാട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയാൽ ഭാര്യമാർ ദിവസം പലതവണ മൊബൈലിൽ കുത്തി വിളിക്കാറുണ്ട്. അപ്പോൾ സ്വീറ്റ്ലി കുറേ ദൂരേക്കൊക്കെ പോകുമ്പോൾ ചില സമയത്ത് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റാതെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? വയനാട്ടിൽ ഒറീസ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വിളിക്കാൻ 2-3 ദിവസമൊക്കെ ആയിട്ടേ വിളിക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഈ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്തും സ്വീറ്റ്ലി വചനം എത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് ഭാര്യ എന്നുള്ള നിലയ്ക്കുള്ള ടെൻഷൻ എങ്ങനെയാണ് അത് ജീവിക്കുന്നത്? ആദ്യമൊക്കെ നല്ല ടെൻഷനിലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ടെൻഷൻ വരുമ്പോൾ സങ്കീർത്തനം 91 കുറച്ച് വിശ്വസിക്കും, അത് ആവർത്തിച്ച് ചെല്ലും. അതെ അതെ, അതാണ് ബലം. അതെ, നമ്മുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ 91-ാം സങ്കീർത്തനത്തിന് എപ്പോഴും റേഞ്ച് ഉണ്ടാവും. തമ്പുരാനോട് എപ്പോഴും തുറവിയുണ്ടാവും. ആ ഒരു ധൈര്യത്തിൽ വീട്ടിലിരിക്കും. അതെ അതെ. ഇപ്പോൾ സ്വീറ്റ്ലി ദൂരെ അകലെയായിരിക്കുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അത് ഫേസ് ചെയ്യും? എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ
ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ സ്കൂളിൽ പോണ നേരത്തും വിചാരിക്കാണ്ട് വല്ല എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും, പിന്നെ എൻ്റെ ഫാദറും മദറും വീട്ടിലുണ്ടാവും, പിന്നെ ഇവിടെ അപ്പനും അമ്മയും തൊട്ടടുത്തുണ്ട്. അങ്ങനെ കർത്താവ് എങ്ങനെയെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് ഇതുവരെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വന്നിട്ടില്ല. ഇല്ലില്ല. അപ്പോൾ ഭർത്താക്കന്മാരെ ദൂരദേശത്തേക്ക് വചനത്തിന് വിട്ടാലും കർത്താവ് വീട്ടിൽ തൻ്റെ കരുതൽ കാണിച്ചു തരുമെന്ന് ഞാൻ ടെൻഷൻ അടിച്ച് ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ അതൊക്കെ കർത്താവ് ക്രമീകരിക്കും. ആ ഉറപ്പുണ്ട്. ആ ടെൻഷൻ ഇല്ലാതെ തന്നെ സ്വീറ്റിലേക്ക് വചനം പങ്കുവെക്കാൻ സാധിക്കുന്നു. ഇന്ത്യയിലെ അവികസിത ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പത്രങ്ങളിലും മാസികളിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്, ചത്ത പാറ്റാനെ, എലിയെ അങ്ങനെയൊക്കെ തിന്നാൻ തരുമെന്ന്. ചില സുവിശേഷ പ്രഘോഷകരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ അവർ ആ നാട്ടുകാരുമായിട്ട് താതാത്മ്യപ്പെടാനായിട്ട് ഇതൊക്കെ മേടിച്ച് കഴിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർ രുചിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ. സ്വീറ്റിലേക്ക് അങ്ങനെ എന്തെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അതുപോലെ പോത്തിൻ്റെ തൊലി കറിയാക്കി തന്നു. അതെ അതെ, അത് സ്വീറ്റിൽ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് ഇവിടെ വന്ന്? ദൈവത്തെ ഓർത്ത് അങ്ങ് കഴിച്ചു. അപ്പോൾ ആ മിഷണറി പ്രവർത്തനത്തിന് പോകുമ്പോൾ ഒരു ത്യാഗം കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. ഈ സാധാരണ 1-2 മക്കളുള്ള പേരൻസൊക്കെ അപ്പൻ അടുത്തില്ലെങ്കിൽ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ വളരെയധികം ടെൻഷൻ അടിക്കുന്നത് കാണാറുണ്ട്. ഈ ബെറ്റ്സിക്ക് സ്വീറ്റ്ലി അടുത്തില്ലാത്തപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഇതുപോലെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഫോൺ വിളിച്ച് ഇങ്ങനെ അസുഖമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഏട്ടനോട് പറയാൻ പറ്റുന്ന അങ്ങനെ അവസരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് പറയും. അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഏട്ടൻ പറയാ വിശ്വാസപ്രമാണം 33 പ്രാവശ്യം ചെല്ല്. ആ ഒരു വിശ്വാസത്തിൽ ഞാനും മക്കളോടും പറയും വിശ്വാസപ്രമാണം ചെല്ലാം. അപ്പോൾ എല്ലാ ക്രൈസിസും സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കൃപ കർത്താവ് തന്നിട്ടുണ്ട്. എന്ത് ആരോഗ്യ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ബെറ്റ്സിക്ക് ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ അതിനൊക്കെ നേരിടാനുള്ളൊരു ശക്തി ദൈവം തന്നു. സാധാരണ ഒരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ ആ കൃപ കൊണ്ട് ബെറ്റ്സി ഒരു ധൈര്യമുള്ള ഒരു അമ്മയായി സുവിശേഷ പ്രഘോഷകൻ്റെ ഭാര്യയായിട്ട് മാറി. അന്നല്ലേ നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ഈ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ എപ്പോഴെങ്കിലും അനുഭവിച്ചതായിട്ട് ഓർമ്മ? ഒരു പ്രാവശ്യം മൂന്നാമത്തെ മോൻ 10 മാസമായിരിക്കുമ്പോൾ മൂത്ത മോള് എൻ്റെ കയ്യിലേക്ക് തരാൻ വേണ്ടി സ്റ്റെപ്സിൻ്റെ അവിടെ നിന്ന് തന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിലേക്ക് ഞാൻ എടുക്കുന്നതിന് മുമ്പ് അവളുടെ കയ്യിൽ നിന്ന് കുട്ടി തെന്നി താഴെ വീണു. ഭാഗ്യത്തിന് പിന്നെ ഒന്നും പറ്റിയില്ല. ഞാൻ പ്രാർത്ഥനാ മുറിയിൽ പോയി പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടി കരഞ്ഞു. സ്വീറ്റിൽ അടുത്തില്ലായിരുന്നു, ഉണ്ടായില്ല. അപ്പം വളരെ മാനസികമായ ബുദ്ധിമുട്ട് നേടി. ഉവ്വ് അതൊക്കെ ഓവർകം ചെയ്ത പ്രാർത്ഥനയിൽ കൂടിയാണ്. പ്രാർത്ഥനയിൽ അപ്പോൾ ഒരു വീഴ്ച വന്നാലും ഫ്രാക്ചർ വന്നാലും എല്ലാം പ്രാർത്ഥനയിൽ ശരണപ്പെട്ട ഏട്ടൻ എപ്പോഴും പ്രാർത്ഥനയിലാണ് ശക്തി എന്നാണ് പറയുന്നത്. എന്തായാലും അതിപ്പോൾ അനേകം അമ്മമാർക്ക് ആ ധൈര്യമില്ല. കാരണം ഒരു കുഞ്ഞ് അസുഖം വരുമ്പോഴേ ഉടനെ ഡോക്ടറെ അടുത്തോട്ട് ഓടും. അത് പ്രാർത്ഥിച്ച് കർത്താവ് സുഖപ്പെടുത്തുന്ന ആ ഒരു അനുഭവം ബെറ്റ്സിയുടെ ജീവിതത്തിൽ ധാരാളം പറയാൻ കാണും. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അത് അനേകം സ്ത്രീകൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ അസുഖം വരുമ്പോഴേ ഡോക്ടറെ അടുത്ത് പോകാതെ മഹാവൈദ്യനായ യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ. അത് ബെറ്റ്സിയെ പോലുള്ള 5 മക്കളെ വളർത്തുന്ന ഒരു അമ്മയ്ക്ക് അത് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തട്ടി പറയാനായിട്ട് സാധിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബെറ്റ്സി, ഭർത്താവ് സുവിശേഷ വേലയൊക്കെ പോകുമ്പോൾ മക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കുർബാനയ്ക്ക് മുടങ്ങാണ്ട് 3 പേരെയും രാവിലെ വിടും. പിന്നെ വൈകുന്നേരം അവർ സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥന ചെല്ലും. പിന്നെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥന മുടങ്ങാണ്ട് ചെല്ലിക്കും. പിന്നെ കാറ്റീസം ഞായറാഴ്ച ഉള്ളത് മുടക്കാൻ വരുത്താറില്ല. പിന്നെ യൂണിറ്റുകളിൽ പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മക്കളും പോകും. മക്കൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടോ? രണ്ടാമത്തെ മോൻ സ്കൂളിൽ പോകുമ്പോൾ ഈ ഫിയാത്ത് മാഗസിൻ അവിടെ ടീച്ചർക്കും ക്ലാസ്സിലൊക്കെ ഇടയ്ക്ക് വിതരണം ചെയ്യും. അപ്പം മക്കളും അവരാൽ പറ്റുന്ന വിധത്തിൽ വചനം പ്രഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബെറ്റ്സി, മക്കൾക്ക് ആർക്കെങ്കിലും യേശുവിന് വേണ്ടി തന്നെ ജീവിക്കണം അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ മനസ്സിൽ? മൂത്ത മോൾ ജനിച്ചത് 2000-ലാണ്. അപ്പോൾ കോട്ടയം ക്രിസ്ത്യനിലെ 2000-ൽ ജനിച്ച കുട്ടികൾക്ക് എല്ലാ വർഷവും ഒരു ഗ്യാതറിങ് പോലെ ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിന് മുടങ്ങാണ്ട് വിടും. പിന്നെ മൂത്ത മോൻ ഇങ്ങനെ അച്ഛനാവാൻ പോകണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ പറയുന്നുണ്ട്. അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഉവ്വ്. ഈ 5 മക്കളെ രാവിലെ ഒറ്റയ്ക്ക് സ്കൂളിൽ റെഡിയാക്കി വിടുക ഒരു സാഹസം തന്നെയല്ലേ? അത് എങ്ങനെ സാധിക്കും? മൂത്ത 3 കുട്ടികളും വലുതായി. അപ്പോൾ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തോളും. പിന്നെ താഴെയുള്ള മോൻ സ്കൂളിലേക്ക് ആവണുള്ളൂ. അപ്പോൾ അവന് കുറച്ചൊക്കെ സഹായിക്കണം. അവന് കുറച്ച് ലേറ്റായിട്ടാണ് പോകാറ്. മൂത്ത് കുട്ടികൾ പോയി കഴിയുമ്പോൾ കുറച്ച് നേരം ഒരു ഗ്യാപ്പുണ്ട്. ആ നേരത്ത്
അപ്പോൾ ആ നേരത്താവും ചിലപ്പോൾ ഇളയവൻ ചിലപ്പോൾ അവൻ്റെ കുറച്ച് വാശികളും കാര്യങ്ങളൊക്കെ, എന്നാലും കർത്താവ് ക്രമീകരിച്ച് കൊണ്ടുപോകും. ഇത്രയും മക്കളെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതൽ മക്കൾ വേണമെന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേട്ടൻ പറഞ്ഞ് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടും. അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു കുട്ടികൾ തമ്മിലാവുമ്പോൾ വളരെ അധികം മക്കളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യവും ഷെയർ ചെയ്യും. എല്ലാ കാര്യവും അങ്ങനെ പറഞ്ഞ് ഞാനും അതിന് മുന്നിലേക്ക്. എൻ്റെ പിതാവേ, നിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടരുന്നു ഞാൻ. ഇടറി വീഴുന്ന എന്നെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്നതും ഞാൻ അറിയുന്നു. നാഥ, നിന്റെ ചുടുരക്തം കൊണ്ട് ലോകത്തിൻ്റെ പാപം നീ കഴുകി. നിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ പിതാവേ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ ഇടർച്ചകളിൽ നീ എനിക്ക് തുണയാണെന്ന് ഞാൻ അറിയുന്നു. നാഥ, ഈ ജീവിതം നിന്നോട് ചേർന്ന് ആത്മീയതയുടെ നിറവേകാൻ നീ എന്നെ കൂടെ കൂട്ടേണമേ.